ഇവളിക്കും കടൽക്കൂടി ജീവന്റെയും മരണത്തിന്റെയും ചെങ്ങോടും ചെങ്ങൾ ആകാശം പാർപ്പിടമല്ലോ കര യാത്ര ചെയ്യുന്നവർ ആരികടക്കും ഭക്തകരെ പൂഴിയിലെ നടന്നു ഉപവാസത്താൽ ദാനിയരം നിത്യന്നു വരുമ്പോൾ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പോലൊരു മാനാക മരവിലകി പ്രാർത്ഥന കേട്ടില്ല സമയം ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും നോക്കി വിരാജന്മാർ പാപികൾ പറയും കർത്താവേ നിൻവിധി സത്യം ന്യായവുമാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേ ജീവന്റെയും മരണത്തിന്റെ നാമമായ സർവേശ്വര അവയുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം എന്റെ സകലകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, രക്തവനായ എന്റെ പ്രവൃത്തികൾ നല്ലതാകുന്നു. കർത്താവേ, നീ എല്ലാ ജനതയും ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. അവിടെയവർ സ്വാനം പീഡയുമാനിയുമില്ല വിധം സൗഭാഗ്യത്തിൻ പൂവനമാവേ നീ നല്ലവനാകുന്നു. കരുണാദിവ്യാപ്തത്താവേ നീയവ തൂക്കിയളന്നീരിൽ മാമലനിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോ കരുതവയൊന്നും ജഗത്തിൽ
പ്രവർത്തിക്കും മഹിമയോടന്തിമനാളിൽ ആരാധിച്ചു വണങ്ങുന്നു. ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമേറും നൽകുന്നു. ആകാശവും ഭൂമിയും നിലതാമോ, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കും അവനഭയം നീ നൽകണമേ മൃഗനായുസ്സും. മൃതരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. സന്തോഷത്തിലുള്ളവനായിരിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നിങ്ങളെ അനുഗമിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിരുദ്രൂപത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ണലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം ഔചിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും മിന്നി വിളങ്ങും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പാപങ്ങൾ പുറത്തു നിറഞ്ഞണം നീതിമാനമായ കർത്താവേ. ജീവന്റെ മണത്തിന്റെയും കർത്താവേ, മരിച്ചവരെ നീ കാണാവും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ അപൂർവം പരിപാലിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവനിലേക്ക് പ്രവേശിച്ച് കഴിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തിനും നന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തിനുമായി. പൂജ്യമായ രക്തത്തിൽ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങൾ ശ്രമിക്കണമെന്ന് ഇതോട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു.
കരയുന്നവരുടെ കടത്തിൽ തുടയ്ക്കുകയും അവരെ ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെയ്യട്ടെ, നിന്റെ മഹനീയമായ ശരീരം ഞങ്ങളെ സഹായിക്കും. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിലല്ലോ വാഴ്ത്തിയിടുന്നേ. കുഴിയിൽ നിന്നും മൃതരുണരുന്നു പുലുമോഹനമപ്പുലരിയിൽ നാഥ, ഗതികനിയും സുഹൃതികളോടെ നാഗം ചേര പരമാകട്ടെ. ഈ സഹോദരിയോടുള്ള അവരുടെ സ്നേഹവും അതുവഴി അമ്മച്ചോടുള്ള വലിയ ആദരവും അതിലേറെ ക്രിസ്തീയ കൂട്ടായ്മയിൽ ദൈവത്തിനു മുമ്പിൽ നമ്മളെല്ലാം സ്വർഗത്തിൽ നമുക്കൊരിക്കൽ നിത്യമായ സൗഭാഗ്യത്തിൽ എത്തിച്ചേരേണ്ടതിന് നമുക്ക് ആത്മാ ജീവിതത്തിന് മാതൃക നൽകി ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വനം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാരം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃതരാംനരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ നാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. വാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലെ സ്തുതിർഹനാകുന്ന ഞങ്ങളുടെ ജീവന് കാരണവും ആത്മാവും വചനമൊടുണരാൻ വരമരുളി. ആകാശത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. കർത്താവിനെ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കിട്ടത്തില്ല, രണ്ടായിട്ട് വേണം ഗ്രൂപ്പായിട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൈ അമ്മയുടെ കൊച്ചുമക്കളെല്ലാവരും കൊച്ചുമക്കളെല്ലാവരും ഗോപി നിന്റെ പിള്ളേർ
അല്ല പോലെ പോലെ എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്കാശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ കർത്താവിനെ ഞാൻ നിരന്തരം അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയയ്ക്കുന്നു. ദുഷ്ടനു വിലയിൽ ഇഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിനാൽ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമൽ. പോലെ 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 ഈശ്വരയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, ആരാധിച്ചു വണങ്ങുന്നു. ആകാശവും ഭൂമിയും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിക്ഷോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ, മൃതനാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഭാവേ, നിന്റെ കരുണ ഞങ്ങളെ നിഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചെളിയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, പൂജിതമല്ലോ. പിന്നെ വിളങ്ങും അന്ത്യമിഴവറയിങ്കൽ ചേർക്കണമീശോ. കർത്താവേ, മരിച്ചവരെ നിഗണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ബുദ്ധമനോടെ മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഇത് ഇത്തിരി മതി മതി മതി. മരണം വരുമൊരു നാളും മുഖമത്യാദി കൃത്യങ്ങൾ ചെയ്യുക നീ. കൂടെ പോരും ജീവിത ജീവികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ,
ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പരിധിയിലിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദനത്തിരിവഞ്ചിരിപ്പ് സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ ജീവിതം പുൽക്കൊടുക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആകൃതിയെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിശ്ചയം കൊണ്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർമാവുമായ സർവേശ്വരാ, നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മധ്യന് ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ,
വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. ഇവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മറ്റവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിൻ. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ാവാത്ത ദിവസങ്ങളായിരുന്നു അമ്മയുടെ സ്നേഹം അനുഭവിച്ച മക്കള്. 12 വയസ്സുള്ള ഒരു കുട്ടി തന്റെ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അമ്മേ, നമ്മള് മാർച്ച് മാസത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. മെയ് മാസത്തില് മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, വണക്കമാസം ചൊല്ലുന്നു. ജൂൺ മാസത്തിൽ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നു. അതൊന്നും കൂടാതെ ഒക്ടോബർ മാസത്തില് ജപമാല മാസമായി ആചരിക്കുന്നു. നമ്മുടെ അപ്പച്ചൻ എന്നും പള്ളിയിൽ പോകുന്നു, രാവിലെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമ്മുടെ കഷ്ടകാലം മാറുന്നില്ല. അമ്മ നിന്നോടും പൊട്ടി വിളർന്നു പോകുന്ന പോലെ അമ്മയ്ക്ക് തോന്നി. ഈ 12 വയസ്സുള്ള ഒരു മോന്റെ ചോദ്യം കേട്ടപ്പോൾ ആ അമ്മയും അനുഗ്രഹിക്കും. ദൈവം ഓരോരുത്തർക്കായിട്ട് നന്മകൾ കൊടുത്തു വരികയാണ്. നമ്മളുടെ ഊഴം വരുമ്പോൾ നമ്മയും അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ഒരമ്മയുടെ വിശ്വാസം നിറഞ്ഞ അമ്മയ്ക്ക് വേണേ മകനിൽ നിന്നും നിരീശ്വരവാദിയാക്കാൻ സാധിക്കുമായിരുന്നു. മകനെ ഒരു വാക്ക് അമ്മ പറഞ്ഞാൽ ആ മക്കള് നിരീശ്വരവാദിയായി തീരും. നമുക്ക് ഓരോരുത്തർക്ക് നൽകുന്ന സന്ദേശം, നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഓരോ അപ്പച്ചനോടും അമ്മച്ചിയോടും പറയുന്നത് ഈ 12 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞതുപോലെയാണ്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക. വ്യതിചലിക്കാൻ രീതിയിൽ നമ്മുടെ ഒരു വാക്ക് മാത്രം മതി മക്കളെ നിരീശ്വരവാദികളാക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് എല്ലാവർക്കും മണിതാപത്തോടെ മുക്തിയോടും കൂടെ എന്ന കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ അമൂല്യമായി രക്തം നിരീക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രധാനം ചെയ്ത മിശിഹായെയും വിധി ദിവസത്തിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ ദുരിതത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കർത്താവിനെ ആകാശത്തിലെ ഭൂമിയിലെ സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ അന്നൊരു ദിവസം വ്യസനിയായ സോദരിമാരാ മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുമുയരും ഞാനാകുന്നു കരയരുദൈവം കരുണയുടന്നികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത അണയത്തെ ഞാൻ അന്തിമയാത്ര. എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഞാൻ ചോദിക്കുന്നു നിങ്ങൾ
മഞ്ഞൾ നോക്കണം ഇങ്ങോട്ട് പിന്നെ പോകാം ഇങ്ങോട്ട് യൂട്യൂബില് മലബാർ വിഷുണ്ട് നീയെന്നും നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലേ Kaigal
പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തവും മനവരെ വിശ്രമം നൽകേണ്ടേ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വപ്പാകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായസ്ഥലത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എതിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ. ലോകത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃദായുസും. അവരാണ്
കീർത്തനങ്ങൾ പാടും. ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതനെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാനം നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഘോഷിക്കുവിൻ സർവേശാനി പരിശുദ്ധൻ. കൊടുത്തവളെ വിശദീകരിച്ച് കിട്ടാവേ, എന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മർദ്ദനമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മർദ്ദനമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല സരിതകളാം സാറായേരീശ മധ്യയോടും കൂടെ കടസിയിലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. ഹൃദയോർത്തി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം നിശിഖാകർത്തണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കാട്ടുരുവിനേടി നടക്കുന്ന മാൻപിടിയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ നിന്നെ ആശപ്പെടുന്നു. നീ എന്റെ വിശ്വാസിച്ചു കലങ്ങുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടുരുവിനേടി നടക്കുന്ന മാൻപിടിയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ജീവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വസ്ത്രത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടരയാകുമ്പോൾ ദേവാലയത്തിൽ അങ്ങോട്ട് അവിടെ നിന്ന് തിരിഞ്ഞു അത്യാവശ്യം അവിടെ നിന്ന് മുത്തിയാറില്ല. പിന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട മാത്രം മുത്തിയാൽ മതി. മുത്തിരി അങ്ങോട്ട് മാറിക്കേ. പൊറോട്ട മാറിക്കേ.
മാറിക്കാം. വലിച്ചു മാറി ഒന്നുകൂടെ ഇതിനങ്ങോട്ട് അങ്ങോട്ട് പോകും. ഇതിലെ നോക്ക്. അങ്ങോട്ട് പുറത്തോട്ട് മതി. ആ സൈഡിൽ ലേശം വഴി കൊടുക്കാം. ലേശം വഴിയാക്കി കൊടുക്കാൻ പറ്റും. അങ്ങോട്ട് പുറോട്
ഇല്ലേ തിരിച്ചല്ല പടം കമ്പി ഉണ്ടാണ് എല്ലാം ഒരുപോലെ എന്നിട്ട് ഒരാൾ മുമ്പ് കയറിട്ട് പൊക്കുന്നു പള്ളിയിൽ നിന്ന് പറയാം എന്തെല്ലാം തീരുമാനമുണ്ടാവും പോകാറുണ്ട് പാട്ടിപ്പോ പോണം